നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനം. നാം നിൽക്കുന്ന കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കും. നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. വിശ്വാസത്താൽ നീതീകരിക്കും. വചനം കേട്ടു, വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെട്ടു. പക്ഷെ ആ നീതീകരണത്തിന്റെ ശക്തി നമ്മൾ അനുഭവിച്ചറിയുന്നു. അതാണ് നമ്മുടെ ഒരു പരാതി. ദൈവത്തോടുള്ള സ്നേഹനിമിത്തം ഒരിക്കൽ ആദ്യ സ്നേഹം പൊട്ടിപ്പുറപ്പെട്ടു. പിതാവ് നമ്മളെ ആർജിച്ച സമയത്ത് നമ്മൾ നീതി വെളിപ്പെട്ടു, വിശ്വാസം വെളിപ്പെട്ടു. ഈ വിശ്വാസത്തിന്റെ നീതിയായ ക്രിസ്തു നമ്മിൽ വെളിപ്പെട്ടു. എന്നാൽ ആ നീതി നമ്മുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നുണ്ടോ ഇല്ലയോ? നീതിമാനായി ജീവിക്കുക എന്നുള്ളതിനെ കുറിച്ചല്ല ഈ പറയുന്നത്. ദൈവത്തിന്റെ നീതി നമ്മൾ വസിക്കുന്നു. ഒരിക്കലായി ഒറ്റ പ്രാവശ്യമായി ഏകയാഗത്താൽ, ഒരേ ഒരു യാഗത്താൽ നീതീകരിക്കും. പക്ഷെ 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്ന ആ യാഗത്തിൽ, അന്ന് ക്രൂശിൽ ചെയ്ത ആ പ്രവൃത്തിയിൽ വിശ്വസിക്കുക എന്നുള്ളത് എളുപ്പമല്ല. നമ്മുടെ കാഴ്ചയാലോ ഒരു കഥ കേൾക്കിയാലോ നമുക്ക് വിശ്വസിക്കാൻ പറ്റും. മതഭക്തി വേറെ, ആത്മഭക്തി വേറെ. ആത്മമനുഷ്യൻ വേറെ, മതമനുഷ്യൻ വേറെ. നമ്മളൊക്കെ ബുദ്ധിമാന്മാരോ ജ്ഞാനികളോ ആയതുകൊണ്ടല്ല ഈ വിശ്വാസം നമ്മളിലേക്ക് ക്രമീകരിക്കുന്നത്. ദൈവത്തിന്റെ കൃപ എന്നോട് കരുണ ചെയ്തു. ഇത്രയും വർഷങ്ങൾക്ക് ഇപ്പറേ ഈ കാലത്തിൽ ഞാൻ ജീവിച്ചിരിക്കുമെന്നും ഈ കാലത്തിൽ അവന്റെ ശബ്ദം കേൾപ്പാൻ എനിക്ക് കൃപ ലഭിക്കുമെന്നും അത് ഞാൻ കേട്ട് അതിലേക്ക് വരുമെന്നും ദൈവം ആഗ്രഹിച്ച സമയത്ത് അത് എത്തിച്ചേരുമെന്നും ദൈവം നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ച ആ വിശ്വാസത്തിലാണ് നീതി വസിക്കുന്നത്. എപ്പോഴൊക്കെ നമ്മിൽ ആ വിശ്വാസം തകർക്കപ്പെടുന്നു, അപ്പോഴൊക്കെ നമ്മിൽ അനീതി വ്യാപാരം, അനീതി വെളിപ്പെട്ടു വരും. അതുകൊണ്ടാണ് സങ്കീർത്തന പുസ്തകത്തിൽ പറയുന്നത്, അടിസ്ഥാനങ്ങൾ തകർന്നു പോയാൽ നീതിമാൻ ചെയ്യും. നീതിമാന്റെ അടിസ്ഥാനം വിശ്വാസം, ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. ക്രിസ്തുവിന് പിതാവിനുണ്ടായിരുന്ന അതേ വിശ്വാസമാണ് ക്രിസ്തു മൂലം നമ്മിലേക്ക് വ്യാപരിക്കുന്നത്. അവൻ ഇനി 1000 പേർ ഇതിന്റെ പുറകിൽ വന്നാലും ക്രിസ്തു മൂലം അവരിലേക്ക് നമ്മിലേക്കും ഒക്കെ വ്യാപരിക്കുന്ന വിശ്വാസമോ പുത്രനും പിതാവിനോടുണ്ടായിരുന്ന വിശ്വാസമാണ്. അല്ലാതെ നമ്മുടെ വിശ്വാസം ജ്വലിച്ചതല്ല, നമുക്കുണ്ടായിരുന്ന നമ്മുടെ അകത്തുണ്ടായിരുന്ന രീതി ജ്വലിച്ചതല്ല. എന്ന് പറയുന്നത് എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തിക്കളഞ്ഞു. എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തിക്കളഞ്ഞു. എന്നാൽ ഈ തേജസ് നീതിയിലാണ് വസിക്കുന്നതെന്ന് നാം തിരിച്ചറിയണം. ആരുടെ നീതിയിലാണ്? യേശു ക്രിസ്തുവിന്റെ നീതിയിലാണ്. എപ്പോഴാണോ നമ്മളിൽ ഈ അവിശ്വാസം വ്യാപരിക്കുവാൻ ആരംഭിക്കുന്നത്, വിശ്വാസത്തിന് ഉടവ് തട്ടുന്നത്, വിശ്വാസം മറിച്ചിടുന്ന അവസ്ഥകളിലേക്ക് നാം പോകുന്നത്, വിശ്വാസത്തിന് വില കൽപ്പിക്കാത്തത്, അപ്പോഴൊക്കെ നമ്മൾ അനീതിയുടെ ആയുധങ്ങളായി മാറും. ദൈവത്തിന്റെ ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള മേഖല എന്ന് പറയുന്നത്, നമ്മൾ നമ്മുടെ അപ്പനോട് അല്ലെങ്കിൽ അമ്മയോട്, സ്കൂളിലെ അധ്യാപകരോടൊക്കെ വഴക്കുണ്ടാക്കിയിട്ട് അത് ക്രമീകരിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റും. വേണ്ട, എപ്പോഴും അപ്പനും അമ്മയൊക്കെ ക്ഷമിച്ചോളൂന്ന് കരുതാം. സ്കൂളിലെ എച്ചം പറയാണ്, നീ നിന്റെ അച്ഛനെ വിളിച്ചോണ്ട് പോവാം, നീ ഓഫീസിൽ വന്ന് എന്നെ കണ്ടിട്ട് കയറിയാൽ മതി. ഇപ്പൊ അവിടെ പോയിട്ട് എത്ര ന്യായം വിളമ്പിയാലും ആ എച്ചം ആഗ്രഹിക്കുന്നതാണ് ഇവന്റെ പ്രവൃത്തി ആ അധികാരിയുടെ ഉള്ളിൽ ഒരു പോറിലിട്ടു. ആ പോറിയപ്പോ അതിനകത്ത് എന്ത് വന്നു? ബ്ലഡ് വന്നു, സങ്കടം വന്നു, വേദന വന്നു. അവന് നല്ലതായി തീരണമെന്ന് ആഗ്രഹിച്ചു വെച്ച ഈ പാഠശാലയിൽ അവരെന്ത് ചെയ്തു? അവനതിൽ ക്രമീകരിക്കപ്പെടുന്നില്ല. ആ വേദന വന്നു. ഈ വന്നു നിൽക്കുന്ന ആ വിദ്യാർത്ഥി അല്ലെങ്കിൽ ആ കുട്ടി അവിടെ നിന്ന് അവൻ വാദിച്ചാൽ ജയിക്കുമോ? തർക്കിച്ചാൽ ജയിക്കുമോ? വിടുമോ? അയാൾ പറയും, നീ മാപ്പ് അപേക്ഷിച്ചിട്ട് കയറിയാൽ നിനക്ക് പറ്റില്ലെങ്കിൽ നിന്റെ അപ്പൻ വരട്ടെ. പിന്നെ അവൻ പോയി അപ്പനെ വിളിച്ചോണ്ട് വന്നിട്ട് അപ്പൻ എന്ത് ചെയ്യണം? ഒരിക്കലും നീ ക്ഷമിക്കണം, അവൻ ഇനി അത് ചെയ്യത്തില്ല. ഈ കൊച്ചു കല്ലുപോലെ നിൽക്കും, ഇനി അവനത് ചെയ്യത്തില്ലെന്ന് ഈ അപ്പൻ അവിടെ വാദിച്ചതുപോലെ സ്വർഗത്തിലെ അപ്പൻ ഭൂമിയിൽ മനുഷ്യപുത്രനായി വെളിപ്പെട്ടിട്ട് എനിക്കും നിനക്കും വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ പറയുകയാ, അവൻ ഇനി അത് പിതാവേ അവരോട് ക്ഷമിക്കണമേ, ഒരിക്കൽ എന്നോട് അടുത്ത് വന്നവനാണ്, എന്റെ രക്തം കൊണ്ട് എതിർത്തവനാണ്, അവൻ എന്നിൽ വിശ്വാസം മൂലം നീതീകരിക്കപ്പെട്ടവനാണ്, ഇപ്പോഴത്തേക്ക് അവനോട് എന്ത് ചെയ്യണം? ക്ഷമിക്കണം. ഇതാണ് നീതിമാന്റെ പ്രാർത്ഥന. ഇങ്ങനെ പ്രാർത്ഥിപ്പാൽ പിതാവിന്റെ ഹൃദയത്തിൽ കോപത്തിന്റെ തീ അല്ലെങ്കിൽ ന്യായവിധിയുടെ തീയെ അത് മാത്രമേ കിടക്കാൻ പറ്റൂ. പുത്രന്റെ യാഗത്തിൽ മാത്രമേ ആ ന്യായവിധിയിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ പറ്റുള്ളൂ. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ രക്തം കളിക്കപ്പെട്ടവരും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടവരുമായി നിൽക്കുന്നവരോട് പരിശുദ്ധാത്മാവിൽ പറയുന്നു, ലോകത്തിന്റെ ക്രമങ്ങളിൽ പോലും ഈ മാപ്പപേക്ഷ ഉണ്ട് എങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ വേദന പടർന്ന ഹൃദയത്തെ നാം ആശ്വസിപ്പിക്കേണ്ടതാകും. എങ്ങനെ നാം ആശ്വസിപ്പിക്കും? ദൈവത്തിന്റെ ഹൃദയത്തെ നാം എങ്ങനെ ആശ്വസിക്കും? പിതാവിന്റെ പുത്രന്റെ ഹൃദയത്തെ എങ്ങനെ നാം സ്വാധീനിക്കും? ഒറ്റ കാര്യമേ ഉള്ളൂ, മനം തിരിയുന്ന ഹൃദയം. ചെയ്തു പോകുന്ന അല്ലെങ്കിൽ വീണുപോകുന്ന വീഴ്ചകളെ തിരിച്ചറിഞ്ഞ് അനുദപിച്ച് ആ വേദനയിൽ നിന്ന് തലോടുന്ന വായ്പ ക്ഷമിക്കും, എന്റെ മാപ്പ് സ്വീകരിക്കും, ഞാൻ വേദനിച്ചതിനെ ഞാൻ തുടച്ചു കളയും, ഞാൻ വേദനിച്ചതിനെ ഞാൻ ഉണക്കും. ഇവിടെ ഒരു വ്യത്യാസം, മക്കളുടെയും അപ്പന്റെയും ഹൃദയം രണ്ടാണ്. മക്കളുടെ ഹൃദയം വേറെ, അപ്പന്റെ ഹൃദയം വേറെ. അപ്പന് ഈ ഒരു വാക്ക്, ചെറിയൊരു വാക്ക് മതി, ആ ഹൃദയം വേണ്ട, കുഴപ്പമില്ല എന്ന് പറയുന്ന അപ്പന്റെ ഹൃദയം വലുതാണ്. കാരണം ആ മനം തിരിയുവാൻ മനസ്സ് വയ്ക്കുന്ന സ്റ്റെപ്പിന് പോലും അടിസ്ഥാനങ്ങൾ തകർന്നു പോകാതെ സൂക്ഷിക്കുന്നത് ദൈവമല്ല നാം തന്നെ.
നീതിമാന്മാരെന്ന് വിളിക്കപ്പെട്ടവരെ, നിന്റെ അടിസ്ഥാനങ്ങൾ തകർന്നു പോകാതെ സൂക്ഷിക്കേണ്ടത് നാം തന്നെ. നമ്മൾ അടിസ്ഥാനം ഉണ്ടെങ്കിൽ നമ്മൾ അടിസ്ഥാനത്തിൽ പറയും, ദൈവത്തോട് പറയും, ദൈവമേ അപ്പാ, നിന്നോടും സ്വർഗത്തോടും ഞാൻ പാപം നിന്റെ കണ്ണിലെ കണ്ണുനീരെല്ലാം ദൈവം തുടച്ചില്ലേ. കർത്താവിന്റെ കണ്ണിലെ കണ്ണുനീർ, കർത്താവിന്റെ വേദനയും. നമ്മൾ പറയും യാക്കോബിന്റെ ലേഖനത്തിൽ അവന് വികാരങ്ങളില്ലെന്ന്. പിതാവിന് വികാരമുണ്ട്, പുത്രനെ കുറിച്ച് വിചാരമുണ്ട്, മക്കളെ കുറിച്ച് വിചാരമുണ്ട്, ആകുലതയും വീട് പോകരുതെന്ന് ആഗ്രഹിക്കുന്നതാണ്. ആമേൻ. ഒരിക്കൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. എങ്ങനെ നീതീകരിക്കപ്പെട്ടു? വിശ്വാസത്താൽ. ഇനി ആ വാക്യം വായിച്ചാൽ, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് എന്റെ കർത്താവായ യേശു മൂലം, ഈ ക്രിസ്തുവിനെ മാറ്റി വെച്ചുകൊണ്ടുള്ള ഒരു കളിയിലും ഒരു ന്യായവും ഒരു നീതി വസിക്കുന്നില്ല. അതുകൊണ്ടാണ് യേശു യോഹന്നാൻ 14 പറഞ്ഞത്, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയിട്ട് മടങ്ങി വരും. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തില്ല. ഞാൻ മുഖാന്തരമല്ലാതെ ആരും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കും. നമ്മൾ ഒരുപാട് കേട്ട വചനം പറഞ്ഞിരിക്കുകയല്ല, ഒത്തിരി കേട്ട് തഴപ്പിച്ചൊരു വചനമാണ്. I am the way, I am the truth, I am the life. ഞാൻ തന്നെയാവുന്ന വഴി, ഞാൻ തന്നെയാവുന്ന സത്യം, ഞാൻ തന്നെയാവുന്ന ജീവൻ. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. അവിടെ ആ മുഖാന്തരം എന്ന് പറയുമ്പോൾ ഒരു വാക്കുണ്ട്, ക്രിസ്തു മൂലം മാത്രമേ നാം അവിടെ. അതുകൊണ്ട് നാം മുറുകെ പിടിക്കേണ്ട വിശ്വാസം, മുറുകെ പിടിക്കേണ്ട അടിസ്ഥാനം ക്രിസ്തുവിലുള്ള അടിസ്ഥാനമാണ്. നീതീകരിക്കപ്പെട്ടത് ക്രിസ്തുവിലാണ്. സകല ജാതികൾക്കും ദൈവമുണ്ട്, പക്ഷെ ആ ദൈവം ആരാണ് ഇതുവരെ വെളിപ്പെടാവുന്നത്? നമുക്കോ വെളിപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ഉള്ളിൽ അത് വെളിപ്പെട്ടിരിക്കുന്നു. അടിസ്ഥാനപ്പെട്ട ദൈവം അതിനെ പണിയുന്നു. ദൂരക്കല്ലായി ക്രിസ്തുവിന്റെ അടിസ്ഥാനത്തിന്റെ പേര് ആ വിശ്വാസത്താൽ പണിത് ആ ഉറപ്പുള്ള പാറമേൽ നമ്മുടെ വിശ്വാസം പണിയപ്പെടുന്നവർ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. എങ്കിൽ ഇന്ന് നാം ഒരു തീരുമാനമെടുക്കണം. എന്റെ വിശ്വാസം ഇളക്കം തട്ടിയിരുന്നു, എന്റെ വിശ്വാസത്തിന് കോട്ടം തട്ടിയിരുന്നു. വിശ്വാസത്തിന് ഇളക്കം തട്ടിയെങ്കിൽ അതിന്റെ പുറകിൽ വരൾച്ച വരും, അതിന്റെ പുറകിൽ വെള്ളം വരും. വെള്ളവും വരൾച്ചയും ചേർന്ന് നാശം വരും. അതുകൊണ്ട് പറയുന്നു, വിശ്വാസം പറഞ്ഞു തുടങ്ങിയെങ്കിൽ നിവർത്തി വെക്കുക, യാഗപീഠം നിവർത്തി വെക്കുക, ഇല്ലപ്പായും ക്ഷമിക്കണമേ എന്ന് അതേ യാചന കഴിഞ്ഞ് ദൈവസന്നിധിയിലായിരിക്കും. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. കർത്താവ് പറയാണ്, ഇവിടെ വചനം പറയാണ്, നിനക്ക് ആരോട് സമാധാനം ഉണ്ടാകും? നമ്മൾ പറയും തമ്മിൽ സമാധാനം പറയാം. ഇവിടെ വചനം പറയുന്നു, നീ ആദ്യം ആരോട് സമാധാനപ്പെടണം? നമ്മൾ ദൈവത്തോട് അതെല്ലാം പോകും. ദൈവത്തോടാണ് നമുക്ക് അകൽച്ചയുണ്ടാകും. എവിടെയും കൊണ്ട് തീർക്കണമല്ലോ. ഫ്രസ്ട്രേഷനോ എന്തെങ്കിലും പറഞ്ഞ് ദൈവത്തോട് വിരോധമായി നടക്കുന്നവരോട് പറയുന്നു, ക്രിസ്തു മൂലം നിനക്ക് ആദ്യം സമാധാനം ഉണ്ടാക്കിയത് ദൈവത്തോടാണ്. എനിക്കും എന്റെ ദൈവത്തിനും തമ്മിൽ സമാധാനത്തിന് ഉടമ്പടി ഉണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എനിക്ക് എന്റെ ദൈവത്തിന് പാകും. എന്നാൽ സമാധാനത്തിന്റെ ഉടമ്പടി ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെ വന്ന് എനിക്ക് മനുഷ്യനും സമാധാനമില്ലെങ്കിൽ എങ്ങനെ വന്ന് നിരപ്പിക്കപ്പെടാൻ പറ്റും? തമ്മിൽ സ്നേഹമില്ലെങ്കിൽ എങ്ങനെ പറ്റും? അതുകൊണ്ട് കർത്താവ് സഭയോട് പറയുന്നു, കർത്തൃവേശ എന്ന ശുശ്രൂഷയ്ക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് സഭയോട് പറയുന്നു, ദൈവത്തോട് ക്രിസ്തു നിമിത്തം നമുക്കൊരു സമാധാനം ഉണ്ടാകും. ആമേൻ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ആമേൻ. എനിക്ക് എന്റെ ദൈവത്തോട് സമാധാനമുണ്ട്. എത്ര പേർ ആഴത്തിൽ അത് മനസ്സിലായി? ആമേൻ. എത്ര പേർ വിശ്വസിക്കുന്നു? ദൈവത്തോട് എനിക്ക് സമാധാനം ഉണ്ടോ? ഇല്ലെങ്കിൽ ഇതുവരെ ഉള്ളത് പോട്ടെ, ഇതുവരെ എനിക്കില്ല, ഇന്നുപോലെ ഉണ്ടാവും. ആമേൻ. കർത്താവ് പറയുന്ന സ്റ്റേറ്റ്മെന്റ് കണ്ടു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിച്ചു പോകും. എന്റെ സമാധാനം എവിടെ വസിക്കുന്നു? അവിടെ ആര് വസിക്കുന്നു? ദൈവം വസിക്കുന്നു, സ്വസ്ഥത വസിക്കുന്നു. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ക്രിസ്തു മൂലം നമുക്ക് സമാധാനമുണ്ട്. ഏത് പ്രതികൂലങ്ങളുടെ മധ്യേ നമുക്ക് പറയാം, ക്രിസ്തു നിമിത്തം സമാധാനം ഉണ്ട്. നമ്മൾ സാധാരണ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ അല്ലത്. ആമേൻ. ഒന്ന് അവന്റെ സന്നിധിയിൽ കിടക്കും, ഒന്ന് അവന്റെ സന്നിധിയിൽ തന്നെത്താൻ കാട്ടി സങ്കടങ്ങൾ എന്ന് പറയുമ്പോൾ ആ സമാധാനത്തോട് അടുത്ത് ചെല്ലുമ്പോൾ നമ്മുടെ ഉള്ളിൽ സമാധാനം നിറയും. ആമേൻ. സഭ കർത്താവിന്റെ അടുത്ത് പരിചയം ഭാരങ്ങളൊക്കെ വിട്ടുകളഞ്ഞ് അവന്റെ സമാധാനത്തോട് ജീവിക്കാൻ ആഗ്രഹിക്കും. ആമേൻ.